MLA ആയിരുന്നു അദ്ദേഹം. ജില്ലാ കമ്മിറ്റിയിൽ 5 പേർ പുതുമുഖങ്ങളാണ്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ 2-3 പേരുകൾ ഉയർന്നു കേട്ടിരുന്നു, പക്ഷേ രാജു എബ്രഹാമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ ആരൊക്കെയാണ്, എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിട്ട് രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമവായ ചർച്ചയിലൂടെ മാത്രമാണ് നടക്കേണ്ടത് എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. കാരണം മത്സരം പൂർണ്ണമായി ഒഴിവാക്കി ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച്. അത് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗീകരിക്കായിരുന്നു. കാരണം തിരുവല്ലയിലും അടൂരും ഉള്ള പേരുകൾ, അടൂരുള്ളവരുടെ പേരുകൾ കൂടി നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു മത്സരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കായിക്കൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗീകരിക്കുകയാണ്. പൂർണ്ണമായും മത്സരം ഒഴിവാക്കിയാണ് രാജു എബ്രഹാമിന്റെ പേര് തെരഞ്ഞെടുത്തത്. എന്തായാലും പുതിയ ജില്ലാ സെക്രട്ടറിയായിട്ട് രാജു എബ്രഹാമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പുതുമുഖങ്ങളെ 5 പേരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതിയ 5 പുതുമുഖങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി PV ശാലിൻ, PK ജില്ലാ സെക്രട്ടറി CM രാജേഷ്, തിരുവനന്തപുരം ഏരിയ സെക്രട്ടറി CK സുരേഷ് കുമാർ, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്ര മോഹൻ, DOC ജില്ലാ സെക്രട്ടറി B നിസാം എന്നിവരാണ് പുതുമുഖങ്ങൾ. ഒപ്പം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ കൂടിയുണ്ട്. KP ഉദയഭാനു, അഡ്വക്കേറ്റ് ശില്പ തോമസ്, മുൻ MLA KC രാജഗോപാൽ, കുടുംബൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ, നിർമ്മലാ ദേവി, ബാബു കോയിക്കൽ എന്നിവരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്തായാലും ഈ നിലവിൽ വനിതകൾക്ക് കൂടി പ്രാതിനിധ്യം നൽകുന്ന രീതിയിൽ തന്നെയാണ് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. മത്സരം പൂർണ്ണമായി ഒഴിവാക്കുക, ജില്ലാ സെക്രട്ടറിയെ ഒരു സമാധാനത്തോടു കൂടി മത്സരങ്ങളില്ലാതെ ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ച്. ആ തലത്തിൽ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും അത് അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജു എബ്രഹാമിന്റെ പേരിലേക്ക് എത്തിയത്. രാജു എബ്രഹാമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. 25 വർഷക്കാലമായി റാന്നിയുടെ MLA ആണ്. പൊതുപ്രവർത്തന രംഗത്ത് പാർലമെന്റ് സജീവ സാന്നിധ്യമായ അദ്ദേഹത്തിന്റെ പേര് അന്തിമമായി എത്തി എന്നുള്ളതാണ്. മത്സരം പൂർണ്ണമായി ഒഴിവാക്കി എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. അല്പസമയം തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹം കാണും. ജില്ലാ സമ്മേളനം വൈകിട്ട് കൂടി ഇന്ന് സമാപിക്കുകയാണ്. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം സമാപിക്കുമ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ് രാജു എബ്രഹാമിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മത്സരത്തിനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നതെങ്കിലും മത്സരമില്ലാതെ തന്നെ രാജു എബ്രഹാമിലേക്ക് എത്താൻ സാധിച്ചു.